ഗൈസ് എങ്ങോട്ടാ പോന്നെ? കമ്പനാട്. കിനാവിൻ വിമാനം കരയേറിയൊരു ദിനം ഇളമുളം കാട്ടിലെ നീറുകൾ. എന്തുപറ്റി? എന്താണ് പ്രശ്നം? എന്താ പണിക്കാര് പണിയെന്നോ? ഊരിപ്പോയതായിട്ടവാ. ടൈറ്റ് ചെയ്യാത്ത ഏതമ്പലോടാ? ഇതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈക്കില്ല. അപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ബാധ്യം ആരും കേൾക്കാൻ പോകുന്നില്ലെന്നുള്ള സത്യം എനിക്കറിയാം. നമ്മൾ വന്നതിനെ കഴിഞ്ഞാൽ നല്ല തണുപ്പില്ലേ? തണുപ്പ് കൂടിക്കൂടിയിരിക്കും. എന്താ പറയാ, ബിസിനസ് ഐഡിയസാ ഫുള്ള് റൂബിസിന്റെ തലയിൽ. ജഗനെ ഇതൊക്കെ കണ്ടുപിടിച്ചോ? നിന്റെ ഭാവി ഇങ്ങനെ സെയിം കോഴ്സാ പഠിക്കുന്നത്. നീ എത്ര കൂടെ ഉണ്ടേ? 3 കിലോമീറ്റർ. നമ്മൾ അമ്പനാട് സ്റ്റേറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. മല മൊത്തം തിരിച്ചിറങ്ങുവാണ്. അമ്പനാട് അവിടെ ഗേറ്റ് വരെ പോയി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അമ്പനാട് ഗേറ്റ് വരെ പോയി. അവിടുന്ന് പിന്നെ 100 രൂപയാണ് അകത്തേറാൻ. അകത്തൊരു 4 കിലോമീറ്റർ അകത്ത് ജസ്റ്റ് വ്യൂ പോയിന്റ് കണ്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. പെർ പേഴ്സൺ 100 രൂപ. അപ്പൊ നമ്മൾ 400 രൂപ കൊടുത്ത് കയറാനുള്ള ഒരു സെറ്റപ്പ് തോന്നുന്നില്ല. അത് നമ്മള് കാര്യം തിരിച്ചറിയുക. നമ്മളിപ്പോ ഒരു നൈസ് സ്പോട്ടിലാണ് നിർത്തിയേക്കണേ. രണ്ട് 3 ഫോട്ടോസ് ഒക്കെ എടുത്ത്. സാധാരണ 3 പേര് ഒന്നും വരുമ്പോഴാണ് 4 പേര് പൈസ കൂടുതലായി കണ്ടല്ലേ? അത്ര പൈസ കൊടുത്ത് കാണാനൊന്നുമില്ല. നമുക്ക് അടുത്തടുത്ത് പോവാം. ആനച്ചാടി എവിടാ? ഓ മിക്കവാറും ജഗനെ വൈൽഡ് ലൈഫ് വരെ പിടിച്ചോണ്ട് പോകും. വൈൽഡ് ലൈഫ് അല്ലടാ, അത് 6 ആണെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേസാവത്തില്ലേ? മൃഗസംരക്ഷണ വകുപ്പിലൊക്കെ പെടുന്ന എല്ലാവരും. കണ്ടന്റ് ഇല്ല. എനിക്ക് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. എനിക്ക് മറ്റേ പണ്ടൊരു ഇതില്ലായിരുന്നു യൂട്യൂബ് ചാനല്. ആ യൂട്യൂബ് ചാനലിൻ്റെ അത് ഇപ്പൊ 14,600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതൊക്കെ എനിക്കുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാനില്ല. ആ യൂട്യൂബ് ചാനലിൽ ഇനി ആ എഡിറ്റിംഗ് ചെയ്തോണ്ടിരിക്കാൻ അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്നോ? ഇത് എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നോ? ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 50-നടുത്ത് കണ്ടന്റ് എഡിറ്റിംഗ് വീഡിയോസ് ആയിരുന്നു. ലൈക്ക് നോർമൽ ട്രോൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചെയ്ത്. ഞാൻ അത്യാവശ്യം ആയി. ഒരു വീഡിയോ എനിക്ക് 1 million ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെയോ അന്ന് കയറി കുറെ ഷോർട്സ് ഒന്ന് ഇട്ടായിരുന്നു. അതൊക്കെ കയറി ഹിറ്റായി. എനിക്ക് ഒരു ഷോർട്സ് എങ്ങാണ്ട് 1 million പുറത്ത് പോയായിരുന്നു. 2-3 ഷോർട്സ് ഇതിൽ പോയായിരുന്നു. എന്റെ ഒരു ലോങ് വീഡിയോ 1K പുറത്ത് പോയായിരുന്നു. നീ എന്തായിരുന്നു പറഞ്ഞ മറ്റേ വാച്ച് അവർ വേണോന്ന്? വാച്ച് അവർ വേണോന്ന്. എനിക്ക് വാച്ച് അവർ സെറ്റ് ആയിരുന്നു. അങ്ങനെ മോണിറ്റൈസേഷൻ സെറ്റ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് എന്റെ പ്രായത്തിന് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. രണ്ടാമത്തെ കാര്യം, വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാലും വീട്ടുകാർക്കൊരു
യൂട്യൂബ് അങ്ങനെ ഇങ്ങനെ ഒരു ടോക്ക് ആണല്ലോ. ഞാൻ ഒരു വട്ടം 2-3 വട്ടം വീട്ടുകാരോട് പറഞ്ഞു എനിക്കൊന്ന് മോണിറ്റൈസേഷൻ ഒക്കെ ആയി, എനിക്ക് അക്കൗണ്ട് എടുത്തതാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു മോനെ ഇപ്പൊ വേണ്ട, നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എന്ത് പറ്റി, പിന്നീട് എന്റെ കണ്ടന്റ് ഒക്കെ മാറിയല്ലോ. കണ്ടന്റ് മാറിയ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഞാൻ യൂട്യൂബ് അങ്ങനെ നോക്കാറായി. ലാസ്റ്റ് ഞാനിപ്പം എന്റെ വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് ഇനി മുതൽ ഞാൻ ഇടുന്നില്ല, ഒരു പുതിയതായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ 14,000 സബ്സ്ക്രൈബേഴ്സ് ഇനി ഞാൻ മുക്കറയിട്ട 2 വർഷം എടുക്കും. അന്ന് ഞാൻ ഒരു 3-4 വർഷം അടുപ്പിച്ച് ചെയ്തിട്ടാണ് എനിക്ക് 14,000 കിട്ടിയത്. അങ്ങനെയാണ് ഗൈസ് ഞാൻ സത്യം പറഞ്ഞത്, നിങ്ങൾക്കും കൂടെ ആണ് ഈ കഥ പറഞ്ഞത്. അങ്ങനെയാണ് ഗൈസ് ഞാനിപ്പം എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അൽ തറവാടി. തറവാട്ട് വീട് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല, കാരണം ആൻഡ് ഈ തറവാട്ടിലെ പിള്ളേരൊക്കെയാണ് ഈ കസിൻസ്, ഞങ്ങളുടെ കസിൻസ്. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ ഇന്നങ്ങ് കാരണം ഞാന് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇന്നൊന്നും ഞാൻ തുടങ്ങൂല. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അടുത്ത വട്ടം പോകുമ്പോ ആവട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കും. ബാങ്ക് അക്കൗണ്ട് എനിക്ക് ഉണ്ടല്ലോ, അതിനി എനിക്ക് മോണിറ്റൈസ് ചെയ്യാറ്. ഇനിയിപ്പോ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോസ് എല്ലാം കളഞ്ഞല്ലോ. അപ്പൊ എന്റെ വാച്ച് ഓവർ മൊത്തം പോയി. ഇനി ഞാൻ വാച്ച് ഓവർ മൊത്തം ക്രിയേറ്റ് ചെയ്യണം. നല്ല പണിയാണ്. എന്തായാലും ഇനിയൊരു ന്യൂസ് സ്റ്റാർട്ട്. ഞാൻ മറ്റേ വയനാട് പോയില്ലായിരുന്നു ഒരു 3 ദിവസത്തേക്ക്. ആ വയനാട് പോയപ്പോഴും ഞാൻ കുറെ വീഡിയോസ് എടുക്കണമെന്നും പറഞ്ഞ് വിചാരിച്ചതാ. എന്നിട്ട് മറ്റേ ചമ്മല് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ മറ്റേ ചമ്മിയാലും ഒക്കെ തുടങ്ങാന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ പൊട്ട വീഡിയോസ് ആയിരിക്കും ഉറപ്പാ, എന്താണെങ്കിലും അങ്ങനെ ആയിരിക്കും. പിന്നെ പിന്നീട് അത്യാവശ്യം നമുക്ക് തന്നെ ഒരു ഡോക്യുമെന്റേഷൻ പോലെ ഇല്ല, നമ്മൾ പിന്നെ നോക്കുമ്പോൾ കാണാലോ. എനിക്കൊരു മൈക്ക് വാങ്ങണോടെ. നിങ്ങൾ നല്ല എന്തെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിൽ പറ കേട്ടോ. ലൈക്ക് ഒരു ഓഫറിന് എല്ലാം കിട്ടുവാങ്ങ, നല്ല ഡീൽ കിട്ടുവാണെങ്കിൽ. എത്ര രൂപയായി? 11:30 വാങ്ങിക്കാൻ എനിക്ക് വട്ടൊന്നും ഇല്ല കൈസ്. ഇതിപ്പോ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ പാതി മനസ്സിലാവുന്നുണ്ടല്ല, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. ഗൈസ് നിങ്ങളിങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം പിന്നെ എന്ത് വെച്ചാ ഉണ്ടാക്കണേ? ഗോതമ്പ് വെച്ചാ? ഹരി നമുക്കങ്ങനെ റഹ്മത്തി കയറി ബിരിയാണി കഴിക്കാം. കാശി പോവാണ് ഓർഡർ ചിക്കൻ കഴിക്കാം. ആ വിട്ടേക്ക് നമുക്ക് ഒറ്റ മൈൻഡ്. പൈസ ഇല്ല, 5 പൈസ ഇല്ല. എന്റെ അക്കൗണ്ടിൽ നോക്കല്ലേ, ഒന്നുമില്ല. എന്റെ അക്കൗണ്ടിലും ഒന്നുമില്ല, ഇതിലും ഒന്നുമില്ല. ആ ബെസ്റ്റ് ചിക്കൻ ഉണ്ട്, കാണിച്ച്. നല്ല കസിൻസാ. എവിടെ സമയദോഷം കൊണ്ട് ചുഴി വന്ന് എന്നെ പിടിച്ചെടുത്തോണ്ട് അതിന്റെ അകത്ത് എടുത്തിട്ടുള്ളൂ. കളങ്ങുന്നോ? കണ്ണാടി കണ്ണാടി ബംഗ്ലാവ് ആ വെള്ളത്തിനടിയിലുണ്ട്. മാർച്ചൊക്കെ ആകുമ്പോൾ കാണാൻ പറ്റും. ചാടാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അയ്യടാ കാണാത്ത പോലെ ഗ്രാമത്തിൽ കൊല്ലത്ത് പോലെ. ഞാൻ ആലോചിച്ചായിരുന്നു, പക്ഷെ രാവിലെ പോണം. കിട്ടത്തൊന്നുമില്ല രാവിലെ ചെന്നാലേ കഴിയുള്ളൂ. എടുത്തോണ്ട് വന്നാ മതി. പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാൻ പോയത്. ഒരു 10 കിലോമീറ്ററോളമുള്ള എണ്ണ ഇപ്പൊ തന്നെ എന്നോട്ടാ തീരുമാനിക്കുക. നിനക്കല്ലേ മറ്റേ ഡാമിന്റെ എന്തോ തുമ്പ് കാണാൻ പോകണോ? ഡാമിന്റെ ഏത് തുമ്പാടെ കാണണ്ടേ? എടേ ഈ സ്ഥലത്തിന്റെ പേര്, ഈ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് അമ്പനാണല്ലേ ഇത്? എന്റെ മണ്ടയ്ക്ക് തൊട്ടുണ്ടല്ലോ. ആര്യങ്കായാവും ഗ്രാമപഞ്ചായത്ത് വെഹിക്കിൾ ഷെഡ് 2ാം ഡിവിഷൻ.
10 ദിവസം വഴക്കുണ്ടോ ഇവരെ വീഡിയോയാണ് ഇവിടെ പിടിച്ചിട്ട് സ്ഥലം കാണാൻ നീ ഒന്ന് എടാ നിങ്ങൾ അമ്പനാട് ഒരിക്കൽ ബാക്കി എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. കളങ്ങുന്നതാ അവിടെ എന്തോ ഞാൻ പറഞ്ഞ മറ്റേ കളങ്ങുന്നോ വേപ്പിടോ അതിന്റെ ഏതൊരു ആൻഡ്രോയിഡ് ഫുഡായിരുന്നു ചാർജ് ഇല്ല. ഞാൻ ഓടിക്കാം. ബാക്ക് ടു ഡ്രൈവിംഗ്. അവിടെ ചെന്നിട്ട് പറയില്ലേ വീട്ടിൽ എന്ത് പറഞ്ഞ റോഡാണ് കേട്ടു. സ്പീഡിന് കുറവൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ മാക്സിമം ഒന്നും കൂടി കയറ്റാതെ ചെറിയ വഴിയാണെങ്കിൽ അത് ഇതേപോലെ ഇങ്ങനെ കയറിയൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ പോയി കഴിച്ചു. ആ പോട്ടെ, അവര് പോയി അവരൊക്കെ കൂടെ പിടിക്കട്ടെ. പയ്യൻ പോയാലും മതി. രാത്രി ആകുന്നതിന് മുമ്പ് വീട്ടിൽ എത്തിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. രാത്രി ആയാലും പ്രശ്നമില്ല. തെന്മല ലൈസൻസ് ഇല്ലെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ലൈസൻസ് ഇല്ലെന്നുള്ള കാരണം കൊണ്ട് മാത്രം പറയുന്നുണ്ട്. അതെ അതെ. ഞാനിപ്പം ഈ ഗതികേട് ഒരു കഴിഞ്ഞ വർഷം വരെ അനുഭവിച്ചായിരുന്നു. ഈ വർഷമായപ്പോൾ കുഴപ്പമില്ല. ഐ എം ഹാപ്പി. റുബീഷ്, എനിക്കിത് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടിയാണെങ്കിൽ എനിക്ക് വർക്കലയിലെ ദിവസം ഓർമ്മ വരണേ. അതാണ് പ്രശ്നം. നമ്മളിപ്പം ഒരു വെള്ളച്ചാട്ടമെന്നൊന്നും പറയാൻ പറ്റൂല. കുറെ പാറകളും പാറകളുടെ ഇടയിൽ എടേ സ്വഭാവം ഷൂസ് ഇട്ടാലും ചെരുപ്പിട്ടാലും മാറത്തില്ല, അതറിയാവോ? അപ്പം നല്ലൊരു സ്പോട്ട് കണ്ടിട്ട് പോവാണ്. വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചാൽ 6 ചെട്ടിയാണ് ഇത്. കഴപ്പ് നമ്പർ 1. റൂബിൾ ചെല്ലു, ഓ കയറ്. ഇതുവരെ ചാടിയൊക്കെ കയറണം. കഴപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ ബൈക്കിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് മാറിപ്പോവാം. ഇതൊരു മെനക്കേടാണ് കേട്ടോ. ഗൈസ്, വണ്ടിയുടെ ഫോട്ടോസ് എടുക്കുന്ന ടീംസ് 2 മാസം കൂടി 21 പൊതുയോഗത്തിന് കയറി തകർക്കാനുള്ളതാ. ഞങ്ങളുടെ വടക്കേ വീടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ഭാവി വാഗ്ദാനമാണ് അല്ലേ? അവിടെ ഉണ്ട്. അതിന് കുറച്ച് വാഗ്ദാനം കുറവാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വാഗ്ദാനം. പൊതുയോഗത്തിന് തകർക്കാനുള്ള മനുഷ്യനാണ്. എടാ, എന്നെ കാണിച്ചിട്ട് ഞാൻ ഭാവി വാഗ്ദാനം വന്ന് ഞാൻ പറഞ്ഞോണ്ട് അവിടെ ഉണ്ടെന്ന് അയച്ച് വാഗ്ദാനം കുറവാണ്. അല്ല, ഇത് ബികോമിലെ വാഗ്ദാനം. ബികോമല്ലേ ഇത്? ബികോമിലെ വാഗ്ദാനം, അത് എഞ്ചിനീയറിലെ വാഗ്ദാനം. ഞാൻ എഞ്ചിനീയറിലെ അപ്കമിങ് വാഗ്ദാനം, അവൻ ബികോമിലെ അപ്കമിങ് വാഗ്ദാനം. അല്ല, മറ്റേത് അപ്കമിങ് ആവുന്നേ ഉള്ളൂ. 1 വർഷമുണ്ട്. എന്നാലും ഇരിക്കട്ടെ, മൂത്തതല്ലേ. തള്ളണോ? തള്ളാം. ഗൈസ്, ഇതിപ്പോ ടയറിന്റെ ഒരു കാലും താഴെ എത്തി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈലൻസർ കണ്ടോ? എങ്ങനെ പറ്റുന്നടേ? വാ, തള്ളിത്തരാം. വാ, ഇതൊക്കെ കണ്ടണ്ട. വാ, തള്ളാം. നിങ്ങൾ കേറ്, സ്റ്റാർട്ട് ആക്ക്. ഞാൻ തള്ളിത്തരാം, നിങ്ങൾ കേറ്. പൊക്കിയാലോ? ഓക്കെ, ഞാൻ മുന്നോട്ടുള്ള. ഒന്നും ചെയ്യണ്ട.
ഓ ഓ ഓ ചുമ്മാ ഇതുകൊണ്ട് നടക്കുന്നത്. പിന്നെ അല്ലാതെ ബുള്ളറ്റ് ഓടിക്കുന്നവന്മാർക്ക് സുമ്മാവാ, അതിന് കുറച്ച് ശക്തിയൊക്കെ വേണം. പിന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ തേർഡ് ഡേയ്സ് ചുമ്മാ ഇങ്ങനെ ഓരോ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് സൂക്ക് കിടക്കുന്നില്ല. അപ്പോഴത്തേക്ക് അവർ മിണ്ടാവുന്നില്ലാത്ത ബോളം നിർത്തിയത്. മൊത്തം അലമ്പല്ലേ. ഗൈസ്, ഹലോ ഗൈസ്, ഹായ്. എവിടെ പോണേ? ഞാൻ ജോണിയുടെ ബാഡി ആദ്യം. നമ്മളെവിടെ പോന്നേന്ന് പറ. കൂട്ടാവഞ്ചി കൂട്ടവഞ്ചി കൊട്ടവഞ്ചി അല്ലേടാ? നമ്മള് തെന്മല കൊട്ടവഞ്ചി കയറുവാണ്. ഞാൻ കയറിയിട്ടുണ്ട്, ഇവന്മാരൊന്നും കയറിയിട്ടില്ല. അപ്പൊ പിന്നെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച്. എല്ലാം പെട്ടെന്നായിരുന്നു, ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല. വന്നു നോക്കാന്ന് പറഞ്ഞു, അങ്ങ് ചെയ്തു. ഒന്ന് പോയിട്ട് വരാം. നമ്മളിപ്പോ തെന്മലയുടെ ഡാമിന്റെ നടുക്കെങ്ങാണ്ടാണ്. രണ്ട് കാശുകാരാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്, അറിയാമോ? ഇവന്മാരൊരു കമ്പനി തുടങ്ങിയിട്ട് അതിൻ്റെ CEO ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട ഞാനാണ്. അതെ അതെ ഗൈസ്, കറക്കാൻ പോവാണ്. ചേട്ടനാണ് കറക്കണേ. അതിലേ ഇതിന്റെ കാര്യം ഇപ്പോഴേ മനസ്സിലായി. ചേട്ടാ എത്ര വർഷം ഉണ്ട് ഇവിടെ? ചേട്ടാ 7 വർഷമായിട്ട്. ഓ ബോധം പോന്നു. നിനക്ക് അല്ലല്ലോ, ഇല്ലല്ലോ നിനക്ക്. ഓ നൈസ്, എനിക്കും പറയണം. അതില് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തീർക്കരുത്. കുഴപ്പമില്ലടാ, ഇനി ബിടെക് കിട്ടിയില്ല, ബിടെക് ഇനി കിട്ടിയില്ലെങ്കിൽ സീനില്ല കേട്ടോ. അങ്ങ് പോകണേ കൂട്ടുകൂട്ട്. അതല്ലേ 25 ഇടയിൽ പോണം. നൈസ് റൈഡ് ആയിരുന്നു കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ? ജീവ. S25 അൾട്രയും കൊണ്ട് വീഡിയോ എടുക്കുന്ന നീ അടങ്ങ്, നീ കുറച്ച് നേരമായി. നീ അടങ്ങ്. എന്താടാ അമ്മേ, ഷൂസ് ഒക്കെ എടുത്ത് പോട്ടെ. ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ആദിലിൻ്റെ അവിടെ പോയി. ആദിലിൻ്റെ അവിടെ പോയപ്പം അതെന്ന് പറഞ്ഞ കൂട്ടുകാരനാ. അതിൻ്റെ അവിടെ പോയി. അതിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കാശിപ്പ് ഉണ്ടല്ലോ, കാശിപ്പിനെ കൂടെ കൂട്ടി എങ്ങോട്ടും പോകാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. അപ്പം ചുമ്മാ ML വന്നു. പിന്നെ അല്ലാതെ ഞാൻ മാങ്ങ പെറുക്കി ഇടാനാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ എന്താ തെന്മല എർത്ത് ഡാമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എർത്ത് അത് കാര്യം പേര് എർത്ത് ഡാം നമുക്ക് അറിയില്ല, മെയിൻ ഡാം ഇതല്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. ആ ചുമ്മാ വന്ന് അപ്പൊ നമ്മൾ കുട്ടവഞ്ചിയിൽ തുഴഞ്ഞു പഠിച്ചു ഗായ്സ്. തുഴഞ്ഞു പഠിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ എന്നാ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ വ്ലോഗ് എടുക്കുന്നില്ല, ഒരു ജസ്റ്റ് ഒരു പേഴ്സണൽ അങ്ങനെ വിചാരിച്ച. എനിക്ക് പരിപാടി അറിയത്തില്ല സത്യം പറഞ്ഞാൽ. മറ്റേ വ്ലോഗിന്റെ കൂടെ ആയിരിക്കും ഞാൻ ഇത് വിടുന്ന മിക്കവാറും. നോക്കട്ടെ, സെറ്റാക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാ ഗൈസ് ഞാൻ ചോദിക്കാം, എനിക്ക് എത്ര ഉണ്ട് സബ്സ്ക്രൈബേഴ്സ്? ഞാൻ പറയാം ഗൈസ്, 1341. 14,000. നിനക്കാ? പിന്നല്ലാതെ. ആ അതില്ലേ മസിൽ ഷോ, നമ്മുടെ അവിടുത്തെ ജിംറാറ്റാ മച്ച. ഞാൻ അറിഞ്ഞു KT ഫുള്ളല്ലേ? KT ഫുള്ളെന്ന്, പക്ഷേ TK ഫുള്ള്. സീനിയേഴ്സിനെയൊക്കെ അതം പതിപ്പിച്ച് കളഞ്ഞു അല്ലേ?
സീരിയസ് ആയിട്ട് അതിന്റെ കൂടെ രാവിലെ മുതൽ വൈകിട്ട് നിന്ന് ഇവൻ ഗൈസ്. ഇനി നമ്മുടെ ആയുധം എടുക്കാം. അവിടെ വെച്ചേക്ക്. തുറപ്പ് പോലെ ഗൈസ് നമ്മൾ പോവാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ ഞാൻ വരാം. ഒന്നുമില്ല, ചുമ്മാ എനിക്കൊന്ന് ആദ്യത്തെ വീഡിയോസൊക്കെ ബോറായിരിക്കും, അറിയാം, തുടക്കമാണ്, ക്ഷമിക്കണം. ഇത് കൊണ്ടുവന്നിട്ടൊന്നും കഴുകാൻ പറ്റില്ല, നാട്ടിൽ വന്നിട്ട് കഴുകാൻ പറ്റില്ല. എനിവേ കുളമായിരിക്കും. എന്നാലും ഇനി അങ്ങോട്ടും നല്ല വീഡിയോസൊക്കെ ഇറക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്നൊരു ടച്ചപ്പ് ആവട്ടെ, ഒന്ന് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തൊന്ന് പഠിക്കട്ടെ. അക്കൗണ്ടൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടൊന്ന് പഴയ പോലെ ഒന്ന് ഹൈപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കാലം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ചിലപ്പം എൻ്റെ വീഡിയോസ് പണ്ട് കണ്ടു കാണും, പക്ഷേ റെക്കഗ്നൈസ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ജസ്റ്റ് നോർമൽ എഡിറ്റ്സ് പോലെ പോയതാണ്. അപ്പം വീണ്ടും കാണുന്നവരെ, വീണ്ടും സന്ധിക്കവർക്കും വണക്കം.